ഞാൻ നിന്നോടൊരു വലിയ സഹായമാണ് ചോദിക്കാൻ പോകുന്നത്, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവൻ കാര്യമെന്താണെന്ന് മനസ്സിലാകാതെ അവരെ നോക്കി. ഒരു മാസം മുൻപ് ഞങ്ങൾക്കൊരു വിവരം കിട്ടി. വൈസ് കിങ്സ് കേരളത്തിൽ ഒരു കോളേജ് തുടങ്ങാൻ പദ്ധതിയുണ്ടെന്ന്. പുറമേ അതൊരു സാധാരണ ആയുർവേദ കോളേജ് പോലെ തോന്നും, പക്ഷേ അങ്ങനെയല്ല. പിന്നെ? ഋഷി ചോദിച്ചു. ആ ആയുർവേദ കോളേജിൽ പ്രകൃതി ചികിത്സ പരിശീലനം പഠിപ്പിക്കുമെങ്കിലും അവരുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ പാരമ്പര്യ ആയുർവേദം നശിപ്പിക്കുക എന്നതാണ്. അത് കേട്ടതും ഋഷി നന്നായി ഞെട്ടിയിരുന്നു. വൈസ് കിങ് സംഘത്തെക്കുറിച്ച് ഗൗരി പറഞ്ഞതിന് സമാനമാണ് ഇപ്പോൾ ഡെവിൾസ് ഗ്യാങ്ങിലെ നേതാവ് അവനോട് പറഞ്ഞത്. കേരളത്തിന് തന്നെ ആപത്താകുന്ന രീതിയിൽ എന്തോ ഒന്ന് വൈസ് കിങ്സിന്റെ ടീം ചെയ്യാൻ പോകുന്നുവെന്ന് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. അതിന്റെ ഫലമായാണ് ഗൗരി അവനെ ഇങ്ങനെ ഒരു രഹസ്യ ഓപ്പറേഷൻ അയച്ചതുപോലും. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആ ആയുർവേദ കോളേജിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഋഷിക്കും തോന്നി. ഋഷി കണ്ടിടത്തോളം ഡാർവിൻ അവനോട് ഒരു നല്ല മനുഷ്യനെ പോലെയാണ് പെരുമാറിയത്. ഋഷിക്ക് അതെല്ലാം ഒറ്റയടിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. പാരമ്പര്യ വൈദ്യത്തിൽ മറഞ്ഞിരിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് വൈസ് കിങ്സിന്റെ ഗ്രൂപ്പും ഡെവിൾസ് ഗ്യാങ്ങിന്റെ ഗ്രൂപ്പും. ഇനി ഈ രണ്ട് ഗ്യാങ്ങിൽ ആരെ തിരഞ്ഞെടുക്കും എന്ന ചോദ്യം ഋഷിയുടെ മനസ്സിൽ ഉയർന്നെങ്കിലും അതിനെപ്പറ്റി പിന്നീട് ആലോചിക്കാമെന്ന തീരുമാനത്തിൽ ഋഷി നേതാവിനെ നോക്കി. പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതൊന്നുമല്ല. ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഋഷി ചിന്തയോടെ ചോദിച്ചു. നീ ആ കോളേജിൽ ചേരണം. എന്നിട്ട് ശരിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിച്ച് ഞങ്ങളോട് പറയണം. അവർ അവനോട് തന്റെ ആവശ്യം പറഞ്ഞു. എന്താ നിങ്ങൾ പറയുന്നത്? സ്പൈ വർക്കോ? ഞാനെന്താ ചാരനാവണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഋഷി ഞെട്ടലോടെ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് ബുദ്ധിമുട്ടുള്ളൊരു സഹായമാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ മറ്റൊരു വഴിയും ഇപ്പോൾ എൻ്റെ മുൻപിലില്ല. ഈയൊരു കാര്യത്തിന് മറ്റാരേക്കാളും യോഗ്യൻ നിങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ നിനക്ക് തന്ന സ്ഥാനത്തോട് നീ നീതി പുലർത്തണം ഋഷി. അപ്പോൾ മാത്രമേ ഞാൻ ശരിയായ തീരുമാനമാണ് എടുത്തതെന്ന് ബാക്കിയുള്ളവരും വിശ്വസിക്കൂ. ധാരാളം കുട്ടികൾ പഠിക്കുന്ന കോളേജാണത്. നീയും അവരിലൊരാളെ അവിടെ പഠിക്കാൻ നിന്നുകൊണ്ട് കണ്ടെത്തണം, നേതാവ് വിശദീകരിച്ചു. അവിടെ നിന്ന് ഞാൻ എന്ത് കണ്ടെത്തണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഋഷി അല്പം ഭയത്തോടെ ചോദിച്ചു. ആ കോളേജിൽ പുതിയ എന്തോ ഹെർബൽ മെഡിസിൻ നിർമ്മിക്കാൻ പോകുന്നെന്ന് ഞാൻ അറിഞ്ഞു. അത് അവിടെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശവും. അതെന്താണെന്നും എന്തിനുള്ളതാണെന്നും എങ്ങനെ ഉണ്ടാക്കുന്നു എന്നും നീ മനസ്സിലാക്കി എന്നെ അറിയിക്കണം. അവർ കാര്യങ്ങളെല്ലാം വിശദമാക്കി കഴിഞ്ഞതും ഋഷിക്ക് പിന്നെ അതിൽ നിന്നും ഒഴിയാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഋഷി ഇപ്പോൾ അറിഞ്ഞതൊക്കെ വളരെ രഹസ്യമായ വിവരങ്ങളാണ്. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒഴിയാൻ നിന്നാൽ പിന്നെ ഉറപ്പായും ഋഷിക്ക് അവിടെ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പറയുന്നത് അംഗീകരിക്കുക എന്നല്ലാതെ തൽക്കാലം ഋഷിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അവൻ മൗനമായി തലയാട്ടി സമ്മതിച്ചപ്പോൾ നേതാവിന്റെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു കണ്ടു. തുടർന്ന് ബഹുമതികളോടെയാണ് ഋഷിനെ അവിടെ നിന്നും തിരികെ അയച്ചത്. വീണ്ടും തന്റെ രഹസ്യസ്ഥലത്തേക്ക് വന്ന ഋഷി ഇതുവരെ നടന്നതെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഡെവിൾസ് സംഘത്തിലെ തലവിയായ ആ സ്ത്രീ പറയുന്നതെല്ലാം കേട്ടപ്പോൾ ഈ പച്ചമരുന്ന് എന്ന ആ മറവിന് പിന്നിൽ ഒരു വേറിട്ട ലോകം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവന് ഉറപ്പായി. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഡെവിൾസ് ഗ്യാങ്ങും വൈസ് കിങ്സും ഇപ്പോൾ തന്റെ ചുറ്റുമാണ് പ്രവർത്തിക്കുന്നതെന്നും അവൻ അറിയാമായിരുന്നു. ഈ രണ്ട് സംഘത്തിലും ഋഷിക്ക് സുപ്രധാനമായ സ്ഥാനങ്ങളുമുണ്ട്. ഇത് ശരിക്കും തനിക്ക് പ്രയോജനകരമാണോ അതോ അങ്ങോട്ട് പോയി റിസ്ക് ഏറ്റെടുക്കുന്നതാണോ എന്ന് ഋഷിക്ക് തന്നെ വലിയ പിടിയുണ്ടായിരുന്നില്ല. കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പുതിയ കോളേജിനെ കുറിച്ച് കേട്ടപ്പോൾ മുതൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ ഋഷിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റെല്ലാം മാറ്റിവെച്ച് തൽക്കാലം ആ കോളേജിന് പിന്നിലുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൻ തീരുമാനിച്ചു. ഹെർബൽ മെഡിസിനിലേക്ക് ഋഷി തന്റെ ചുവടെടുത്ത് വെച്ചത് മുതൽ ആ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓരോ രഹസ്യങ്ങളും അവനെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരുന്നു. എന്തായാലും ഇത് കൊള്ളാം, കളി അങ്ങോട്ട് കൊഴുക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. ഋഷി പുഞ്ചിരിയോടെ അടുത്ത വെല്ലുവിളികൾ നേരിടാൻ തയ്യാറെടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഋഷിയുടെ ദിനങ്ങൾ പതിവ് പോലെ സാധാരണ രീതിയിൽ നീങ്ങിത്തുടങ്ങി. ഇതിനിടയിൽ നകുലിനെ മർദ്ദിച്ചതിന്റെ പിറ്റേന്ന് പ്രമുഖ വ്യവസായിയുടെ മകനെ റോഡരികിൽ പരിക്കുകളോടെ കണ്ടെത്തി എന്നായിരുന്നു കേരളത്തിലെ പ്രമുഖ വാർത്താപത്രങ്ങളുടെ തലക്കെട്ട്. എന്നാൽ ആരാണിത് ചെയ്തതെന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. മറുവശത്ത് ഭവീൻ ഒരു പരിധിവരെ സുഖം പ്രാപിക്കുകയും ഋഷിയും മാരതിയും അവനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഭവീന്റെ മുത്തച്ഛൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
പരുക്കുകളെല്ലാം ഭേദമായെങ്കിലും ഇപ്പോഴും വീൽചെയറിലാണ് അവന്റെ യാത്ര. പക്ഷെ അവൻ എത്രയും വേഗം എഴുന്നേറ്റ് നടക്കുമെന്നതിൽ അവർക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ട്. മോനെ, നീ പെട്ടെന്ന് സുഖപ്പെടുന്നത് കാണുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുക. ഭവീന്റെ മുത്തച്ഛൻ ശിവൻകുട്ടി വാത്സല്യത്തോടെ പറഞ്ഞു. ഭവീന്റെ വീട്ടിൽ ചില ബന്ധുക്കൾ അവനെ കാണാൻ വന്നിരുന്നു. എന്നാൽ അവരാരും ഋഷിയുമായി സംസാരിച്ചില്ല. ഭവീന്റെ ഈ അവസ്ഥയിൽ ഒരു പങ്ക് അവനും ഉണ്ടെന്നാണ് അവരിൽ പലരും കരുതിയിരുന്നത്. മാത്രമല്ല, ഋഷിയെ അവർ വലിയ കുടുംബ പശ്ചാത്തലമില്ലാത്ത സാധാരണക്കാരനായിട്ടാണ് കണ്ടത്. ഋഷി പിന്നെ എപ്പോഴത്തെയും പോലെ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആ വീട്ടിലുള്ളവരോട് സാധാരണമായി സംസാരിച്ചു. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശിവൻകുട്ടി ഭവീന്റെ അടുക്കലേക്ക് വന്നു. കേരളത്തിൽ ഒരു ആയുർവേദ കോളേജ് തുടങ്ങാൻ പോകുന്നെന്ന്. അതിന്റെ പേര് നാച്ചുറൽ ഹീലിംഗ് ആർട്സ് എന്ന. നിന്റെ അവസ്ഥ എനിക്കറിയാം. ഒരു മാറ്റം നല്ലതാണ്. പച്ചമരുന്നുകളും ഔഷധങ്ങളും എല്ലാം നിനക്ക് ഗുണം ചെയ്യും. നീ അവിടെ ചേർന്നാൽ നമ്മുടെ കുടുംബത്തിന് മൊത്തത്തിൽ അത് പ്രയോജനപ്പെടും എന്നെന്റെ മനസ്സ് പറയുന്നു. ശിവൻകുട്ടിക്ക് എന്നും ഭവീനിൽ വലിയ വിശ്വാസമായിരുന്നു. ഭാവിയിൽ അവൻ അവരുടെ കുടുംബത്തെ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. അങ്ങനെയിരിക്കെയാണ് തികച്ചും യാദൃശ്ചികമായി ചില സുഹൃത്തുക്കൾ വഴി ആ കോളേജിനെ കുറിച്ചുള്ള വാർത്ത ശിവൻകുട്ടി അറിഞ്ഞത്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഭവീനെ സഹായിക്കുമെന്ന് ശിവൻകുട്ടി ഉറച്ചു വിശ്വസിച്ചു. പക്ഷെ മുത്തശ്ശ, ഞാൻ കോളേജിൽ പോയാൽ പിന്നെ നമ്മുടെ ഫാമിലി ബിസിനസ് ആര് നോക്കും? ഭവീൻ ആശങ്കയോടെ ചോദിച്ചു. അവന്റെ മുത്തച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭവീന് നൽകിയിരുന്നു. ഇപ്പോൾ അവരുടെ ബിസിനസ് മൊത്തത്തിൽ നോക്കി നടത്തുന്നത് ഭവീനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭവീൻ ബിസിനസ് കളഞ്ഞിട്ട് ആ കോളേജിൽ പോകുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിരുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം. നീ അതോർത്ത് വിഷമിക്കണ്ട മോനെ. ആരതി അത് നോക്കിക്കോളും. അവള് വളരെ മിടുക്കിയാണ്. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ സഹായിക്കാൻ ഞാനും കൂടെ ഉണ്ടല്ലോ, അദ്ദേഹം നിസ്സാരമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഋഷിക്കും ഭവീനും ഉറപ്പായി അദ്ദേഹം ഇതിനോടകം എല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞതാണെന്ന്. ഇനിയും നിരസിക്കാൻ ഒരു കാരണവുമില്ലാത്തതിനാൽ ഭവീൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഋഷി, നിനക്ക് ഹെർബൽ മെഡിസിനെ പറ്റി എന്നേക്കാൾ നല്ല ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്കെന്റെ കൂടെ വന്നൂടെ? അല്ലേലേ ഞാൻ ഒറ്റയ്ക്ക് അവിടെ എന്ത് ചെയ്യാനാ? അവൻ പെട്ടെന്ന് ഋഷിയെ നോക്കി ചോദിച്ചു. ഉറപ്പായിട്ടും. ഇതൊക്കെ നീ പ്രത്യേകം പറയണോ? ഋഷി ചിരിയോടെ പറഞ്ഞു. ഭവീൻ പറഞ്ഞത് കേട്ടതും വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന സംതൃപ്തിയായിരുന്നു ഋഷിക്ക്. സത്യത്തിൽ ഒറ്റയ്ക്ക് അവിടെ പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് ഭവീനും ഋഷിയുടെ കൂടെ വരാൻ പോകുന്നു എന്നറിഞ്ഞത്. അത് കേൾക്കെ അവന് ഉള്ളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഭവീന്റെ ബന്ധുക്കളിൽ ഒരാൾ ഇഷ്ടക്കേടോടെ എല്ലാം കേൾക്കെ സംസാരിക്കാൻ തുടങ്ങി. ആ കോളേജിൽ കയറുന്നത് അത്ര എളുപ്പമല്ല. നിന്നെ പോലുള്ള സാധാരണക്കാർക്കൊന്നും അവിടെ കാല് കുത്താൻ പറ്റില്ല. അയാൾ ഋഷിയെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു. നിനക്കെന്താ പ്രശ്നം? ഭവീൻ അയാളോട് കടുപ്പിച്ച മുഖത്തോടെ ചോദിച്ചു. കാരണം ഇനി സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും ആരും ഋഷിയെ അധിക്ഷേപിക്കുന്നത് മിണ്ടാതെ കേട്ടു നിൽക്കാൻ ഭവീന് കഴിഞ്ഞില്ല. നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്തവരെ എന്തിനാ ഭവി നീ ഇങ്ങനെ സഹായിക്കാൻ ശ്രമിക്കുന്നത്? ആരതി, നീ എന്താ നിന്റെ ഭർത്താവിനെ പറഞ്ഞു തിരുത്താത്തത്? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.